എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവരൊക്കെ ഇടുന്ന സ്റ്റാറ്റസിൽ ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ഫോട്ടോസൊക്കെ ആണെങ്കിൽ നമ്മളൊന്നെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കാറുണ്ട്. ഇനി വീഡിയോസ് ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചു വാങ്ങാറുണ്ട്. എന്നാൽ ചിലർ മറ്റൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഈ ഒരു സ്റ്റാറ്റസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാറുണ്ട്. എന്നാൽ മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് മൂലം നമുക്ക് കുറേ MB വേസ്റ്റ് ആകാറുണ്ട്. അതുപോലെ തന്നെ കുറേ സ്റ്റോറേജ് അതിനായിട്ട് പോകാറുണ്ട്. എന്നാൽ നമ്മുടെ വാട്സപ്പിലിടുന്ന സ്റ്റാറ്റസ്, അത് ഫോട്ടോസ് ആയിക്കൊള്ളട്ടെ, ഇനി വീഡിയോ ആയിക്കൊള്ളട്ടെ, മറ്റൊരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ എങ്ങനെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിവിടെ മൈ ഫയൽസ് ഓപ്പൺ ചെയ്യണം. ചില ഫോണിൽ മൈ ഫയൽസ് എന്നുള്ള പേരിലായിരിക്കത്തില്ല, പകരം ഫയൽ മാനേജർ എന്നുള്ള പേരിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത്. അപ്പോൾ നമുക്ക് മൈ ഫയൽസ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് കാണാവുന്നതാണ്. ആ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കുറേ ഫോൾഡേഴ്സ് കാണാവുന്നതാണ്. നമുക്ക് വേണ്ടത് വാട്സപ്പിൻ്റെ ഫോൾഡറാണ്. അതിനായിട്ട് ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വിടുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ വാട്സപ്പിൻ്റെ ഫോൾഡർ ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ കാണാം. നമുക്ക് ആ ഒരു ഫോൾഡർ വീണ്ടും ഓപ്പൺ ചെയ്യുക. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെറ്റിങ്സ് എടുക്കണം. അതിനായിട്ട് നമുക്ക് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ജസ്റ്റ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്, ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞ്. ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഓഫായിട്ടിരിക്കുകയാണ്. നമുക്കത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിത് ഓൺ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്കിവിടെ ഹിഡനായിട്ട് എടുക്കുന്ന ഫയൽസ് എല്ലാം നമുക്കിവിടെ ഷോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ബാക്ക് കൊടുത്തു. ബാക്ക് കൊടുത്തപ്പോൾ നിങ്ങൾക്കിവിടെ രണ്ടാമതൊരു ഫോൾഡർ കിടക്കുന്ന കാണാം, സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ്. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അതായത് നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളവർ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസൊക്കെയാണ് നമുക്കിപ്പോൾ കാണാവുന്നത്. അത് കറണ്ടായിട്ട് ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസാണ്. അത് ടൈം കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്, അതായത് ഫോട്ടോസോ വീഡിയോസോ, അത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ നിന്ന്. അതായത് നമുക്ക് ഈ ഒരു വീഡിയോസിൽ, അതായത് ഞാൻ ഫസ്റ്റ് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഞാനൊരു വീഡിയോ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം താഴെ കോപ്പി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ബാക്ക് വന്നു. ബാക്ക് വന്നതിന് ശേഷം ഞാനിവിടെ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ, വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് സേവ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏത് ഫോൾഡറാണോ സേവ് ചെയ്യേണ്ടത് അതിനകത്ത് കൊണ്ട് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം അവിടെ കൊണ്ട് കോപ്പി ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ആയിട്ടുണ്ട്. ഇനി അവർ ഇട്ടിരിക്കുന്ന സ്റ്റാറ്റസിൻ്റെ ടൈം കഴിഞ്ഞാലും ഈ ഒരു വീഡിയോസ് എൻ്റെ ഈ ഫോൾഡറിൽ തന്നെ കാണുന്നതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസോ ഏത് വേണമെങ്കിലും നമുക്കിങ്ങനെ സേവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.